ആൽവി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ബെഡിലെന്താ ആലോചിച്ചിരിക്കുന്ന ആമിയാണ്. കുറച്ചു നേരം ആ മുഖത്ത് വിടിരുന്ന ഭാവങ്ങളൊക്കെ നോക്കിക്കിടന്നു. എവിടെന്ന്? ആളീ ലോകത്തൊന്നുമല്ല. ആൽവി നീങ്ങിച്ചെന്ന് മടിയിലേക്ക് തലവെച്ച് കിടന്നു. പെണ്ണ് ഞെട്ടിയിട്ടുണ്ട്. എന്താണ്? പുരികം പൊക്കി ചോദിച്ചു. പെണ്ണ് ചുണ്ടുവിളത്തി കാണിക്കുന്നുണ്ട്. ആൽവി എണീറ്റ് പെണ്ണിന്റെ മുഖം തനിക്ക് അഭിമുഖമായി തിരിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞൊക്കെ മറന്നുപോയ ആമിക്കുട്ടി. ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. വയ്യച്ച, എനിക്കിനി ഒന്നും ഓർക്കാൻ വയ്യ. ആരെയും കാണേണ്ട. സംഭവം എന്താണെന്നല്ലേ, 10 വർഷങ്ങൾക്ക് ശേഷം പഠിച്ച കോളേജിലെ റീയൂണിയനാണ് കക്ഷിയുടെ. ജീവനായിരുന്ന ആളെ ഒന്നുകൂടി കാണാൻ ആൾക്ക് ഇച്ചിരി ഭയം. ബോൾഡായിരിക്കുന്ന ആള് പഴയ തൊട്ടാവാടിയാവുമോ എന്നൊരു പേടി. ആമി മൂളിക്കൊണ്ടതേ ഒന്നുകൂടി പറ്റിക്കൂടുന്നുണ്ട്. അവനവളെ കുറച്ച് ബലത്തിൽ അടർത്തി മാറ്റി. പെണ്ണെ, എനിക്ക് ദേഷ്യം വരുവേ, വേഗം പോയി ഒരുങ്ങാൻ നോക്ക്, ഞാൻ കൊണ്ടുവിടാം. ഒരാളെ മാത്രം ഓർത്ത് നീ എന്തിനാ നിന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കുന്നേ? ഇന്നലെ വരെ വാക്ക് കൊടുത്തില്ലേ? ഒരുന്ന് എണീറ്റേ. വാഷ്റൂമിലേക്ക് മടിച്ചു പോകുന്ന അവളെ അവൻ വിളിച്ചു. ആമി, എന്താ ഇച്ച? എന്തിനാണ് ഞാൻ വാശി പിടിക്കുന്നതെന്നറിയോ? നിന്നെ വേണ്ടാന്ന് വെച്ചവരുടെ മുമ്പിൽ എൻ്റെ പെണ്ണ് ചിരിയോടെ നിൽക്കണം. കളിയാക്കിയവരുടെ മുമ്പിൽ ജയിച്ച് നിൽക്കണം. പിന്നെ നിന്റെ ഉള്ളിൽ ഒരു തരി പോലും വിഷമം ഉണ്ടാകാൻ പാടില്ല. പെണ്ണിന്റെ മുഖമിടന്നു മനോഹരമായൊരു ചിരി നൽകിക്കൊണ്ട് തിരിഞ്ഞടന്നു. കോളേജ് ഗേറ്റ് കടന്നു കയറാൻ നേരം തിരിഞ്ഞു നോക്കി. ആൽവി കണ്ണി ചിമ്മി കാണിച്ചു. അത് മതിയായിരുന്നു അവൾക്ക്. ഗേറ്റ് കടന്നതായി കണ്ടു തന്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഇടയിലൂടെ ഓടിച്ചാടി നടക്കുന്ന കുസൃതി കുടുക്കകളെ. ആദ്യത്തെ ബുദ്ധിമുട്ട് മാറിയപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞ് കൊതി തീരാത്ത പഴയ കുട്ടികളായി എല്ലാവരും. അന്ന് മിണ്ടാതിരുന്ന പലരും ഓടി വന്ന് മിണ്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഇന്ന് വരാതിരുന്നെങ്കിൽ ഇതൊക്കെ നഷ്ടമായതിനെന്ന് ഓർത്തു. താൻ ആരുടെ സാമീപ്യമാണോ ഭയക്കുന്നത് ആ ആളിതുവരെ കണ്ടില്ലല്ലോ എന്നോർത്ത് അവൾ ചുറ്റിനും നോക്കി. ഇല്ല, വന്നിട്ടില്ല. ആരോടും ചോദിക്കാനും വയ്യ. അപ്പോഴാണ് അന്നത്തെ തന്റെ വഴക്കാളി രാഹുൽ ഓടി വരുന്നത്. അവനാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ എല്ലാം സൂത്രധാരൻ. ആൾ ഓടി വന്നെന്നെ ചേർത്ത് പിടിച്ചു. നീ അങ്ങ് ഗുണ്ടാലോടി എന്ന് പറഞ്ഞ് കവളിൽ പിച്ച് വേദനിച്ചപ്പോൾ തിരിച്ചു കൊടുത്തു. ഒരെണ്ണം വയറിനിട്ടു. അറിയാത്തന്നെ അവളിലെ കുറുമ്പുണർന്നിരുന്നു. ഡീ എന്ന് പറഞ്ഞ് തിരിഞ്ഞതും അവൾ ഓടി. അവനും ചിരിച്ചു, മനസ്സ് നിറഞ്ഞുകൊണ്ട്. കോളേജിലേക്ക് കയറാൻ നേരമാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. നോക്കിയപ്പോൾ ഓടി വന്ന് വീണതാണ്. ഓടിപ്പോയി വാരിയെടുത്തു. വിതുമ്പിക്കൊണ്ട് കണ്ണു നിറഞ്ഞ് തന്നെ നോക്കുന്ന കുഞ്ഞിനോട് അവൾക്ക് ഒത്തിരി സ്നേഹം തോന്നി. ഉള്ളിലൊരു നോവ് നിറഞ്ഞു. അമ്മു! ആ സ്വര ആമിയിലൊരു വിറയിലുണ്ടായി. തിരിഞ്ഞു നോക്കാത്തന്നെ ആളെ മനസ്സിലായി. അച്ഛേ എന്ന് വിളിച്ച് കുഞ്ഞ് ഓടിപ്പോകുന്നു എടുക്കുന്നൊക്കെ അവൾ അറിഞ്ഞു. പക്ഷെ തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല. പെണ്ണിനെ ആശ്വസിപ്പിച്ച് മുഖമുയർത്തിയ ദേവൻ കാണുന്നത് തിരിഞ്ഞേൽക്കുന്ന ആമിയാണ്. ആമി! അവന് നാവിൽ അറിയാത്തന്നെ ആ പേര് വന്നു. ആ സമയം തന്നെ അവൾ തിരിഞ്ഞവനെ നോക്കി. ഒത്തിരി മാറിയിരിക്കുന്നു. കട്ടിയുള്ള മീശയും ഒതുക്കി വെട്ടിയ താടിയുമൊക്കെയായി. കുഞ്ഞിനെയും എടുത്ത് തന്നെ നോക്കിയിരിക്കുന്ന ദേവന്റെ നോട്ടത്തിൽ ആമിയൊന്ന് പതറി. നിമിഷ നേരം കൊണ്ട് തന്റെ ഭാവം മാറ്റി അവൾ അവനെ നോക്കി ചിരിച്ചു. ദേവിന്റെ മോളായിരുന്നോ? കുഞ്ഞിപ്പെണ്ണ് പേടിച്ചു കേട്ടോ, ശ്രദ്ധിക്കണ്ടേ ഒറ്റക്കാക്കാതെ. ദേവ് തന്നെ നോക്കിയിരിക്കുന്നവനെ ഒന്നുകൂടി ആമി വിളിച്ചു. ഓ സോറി അമ്മി, താനെന്താ പറഞ്ഞേ? അവൻ അവിടെ ഒന്നല്ലെന്ന് ആമിക്ക് മനസ്സിലായി. കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിട്ട് ചോദിച്ചാ കുഞ്ഞിപ്പെണ്ണ് പേടിച്ചു എന്ന്. അതെനിക്കൊരു കോൾ വന്നപ്പോൾ എന്റെ കണ്ണുവിട്ടി ചോടിയതാ. അവൾ വാഷ്റൂമിൽ പോയി. ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും തന്നെ കണ്ടപ്പോഴുണ്ടായ ദേവിന്റെ മാറ്റങ്ങൾ ആ മുഖത്തു നിന്നും വ്യക്തമായിട്ട് ആമി തിരിച്ചറിഞ്ഞു. ആ കൃഷ്ണ വന്നിട്ടുണ്ടോ? ഓക്കെ, ഞാനത് നമ്മുടെ ക്ലാസ് റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു ചിരിയോടെ പോകുന്നവൻ നോക്കി നിന്നു. സാരിയിലേക്ക് മാറിയതല്ലാതെ മാറ്റങ്ങളൊന്നുമില്ല. തനിക്കേറെ ഇഷ്ടമുണ്ടായിരുന്ന മുടി അതുപോലെ തന്നെ ഇന്നുമുണ്ട്. ഒരിക്കൽ തന്നെ ജീവനേക്കാളേറെ സ്നേഹിച്ചവൾ, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ തന്നെയായിരുന്നു. തന്നെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ വർഷങ്ങൾ നീറിയവൾ, പരാതികളെല്ലാം ഒറ്റയ്ക്ക് സഹിച്ചവൾ. താൻ അവൾ സ്നേഹിച്ച അത്രയും സ്നേഹിച്ചിരുന്നില്ലേ? അതോ അമ്മയെ ധിക്കരിക്കാൻ ശീലമില്ലാത്തതോ? സ്നേഹിച്ചപ്പോൾ നോക്കാത്ത ജാതിയും മതവും വിവാഹത്തിൽ മാത്രം തല ഉയർത്തുന്നത് ശരിക്കും ഒഴിവാക്കാനുള്ള ഉപാധികൾ മാത്രമാണോ? ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് അവളുടെ സാമീപ്യമായിരുന്നു തൻ്റെ ഊർജം, തൻ്റെ ശ്വാസം എന്നൊക്കെ മനസ്സിലാവുന്നത്. ആർക്കും തണുപ്പിക്കാൻ പറ്റാത്തതിൻ്റെ പല മാനസിക സമ്മർദ്ദങ്ങളും അവളുടെ സ്നേഹത്തിൽ മാത്രം അലിഞ്ഞില്ലാതെയാവുന്നതായിരുന്നുവെന്ന്. കണ്ണേട്ട! കൃഷ്ണയുടെ വിളിയാണ് ദേവിനെ ചിന്തയിലും തിരികെ കൊണ്ടുവന്ന്. എല്ലാവരും പോയി. കണ്ണേട്ട എവിടെ നിൽക്കുന്നത്? കുഞ്ഞുറങ്ങിയോ? ഇങ്ങോട്ടാ. അത് ഞാൻ ആമൂസൊന്ന് വീണു, അതുകൊണ്ടൊന്ന് മാറിയുന്നതാ. അയ്യോ, ഇതിന് മോൾക്ക് എന്തേലും? ഇല്ലടോ, ചെറുതായിട്ടൊന്ന് തൊലി പോയതേ ഉള്ളൂ, പേടിക്കണ്ട. ഈ സമയം ആമിയൊന്ന് ശ്വാസം എടുത്ത് വിട്ടു. ഇത്രയും നേരം തനിക്കുണ്ടായ ഭാവമാറ്റങ്ങൾ ദേവിന് മുമ്പിൽ കാണിക്കാതെ സംസാരിച്ചതിന്റെ വീർപ്പുമുട്ടൽ അവളിൽ നിറഞ്ഞു നിന്നു. വേഗം ഫോണെടുത്ത് ആൽവിയെ വിളിച്ചു. എന്താ ആമിക്കുട്ടിയെ എന്ന് കുസൃതി നിറഞ്ഞ വിളി കേട്ടത് ആമിയിലൊരു തണുപ്പ് നിറഞ്ഞു. എന്നാടാ, താൻ ഓക്കെ അല്ലേ? ഞാൻ വരണോ? ഇച്ചനും വാ, എല്ലാവരും ഫാമിലി ആയിട്ടാണ് വന്നത്. ഇച്ചനെ മിസ് ചെയ്യുക. ആൽവിയുടെ ചുണ്ടിലൊരു ചിരി വിടർന്നു.
തന്നിലേക്ക് പിന്നെയും ഒതുങ്ങുന്ന പെണ്ണിനോട് സ്നേഹത്തോടൊപ്പം വാത്സല്യവും നിറഞ്ഞു നിന്നു. ആൽവി ചെല്ലുമ്പോൾ പെണ്ണ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നോക്കി നിൽപ്പുണ്ട്. ഒത്തിരി നാളുകൂടി കാണുന്ന ഭാവത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനോട് ഒരിത്തിരി ഇഷ്ടം തോന്നി. പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഇരുന്നിരുന്നു. ഒരുമിച്ച് കൈപിടിച്ചു വരുന്നവരെ എല്ലാവരും തിരിഞ്ഞു നോക്കി. ആർക്കും ഇഷ്ടപ്പെടുന്ന ജോഡിയായിരുന്നവർ. ദൈവം കാണുകയായിരുന്നു ആമിയുടെ മുഖത്തെ സന്തോഷം. തൻ്റെ മുമ്പിൽ അല്പം മുമ്പ് ചെറിയ പതർച്ചയോടെ നിന്നിരുന്ന ആമിയല്ല, കണ്ണുകളിൽ പോലും ചിരിയുള്ള പെണ്ണ്. ഓരോരുത്തരുടെ പരിചയപ്പെടുത്തലും ഫുഡൊക്കെ വേഗം കഴിഞ്ഞു. എല്ലാവരോടും സ്നേഹത്തിൽ മിണ്ടുന്ന ആൽവിയെ എല്ലാവർക്കും ഇഷ്ടമായി. കൂടെ പഠിച്ച ആമിയേക്കാൾ അടുപ്പം തോന്നി. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ നോക്കി നിൽക്കുന്ന ആമിയുടെ കയ്യിൽ ദേവൻ അമർത്തി. അപ്പോഴാണ് ആമി താൻ ആൽവിയെ മാത്രം നോക്കി നിൽക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. ചമ്മിയെ ചിരിയോടെ നോക്കുമ്പോൾ ആരും കാണാതെ ആൽവിയൊന്ന് കണ്ണിറുക്കി. എല്ലാം കണ്ടു നിന്ന ദേവിന്റെ ഉള്ളിൽ വേദനക്കൊപ്പത്തിരി സന്തോഷവും തോന്നി. താൻ കൊടുത്ത കണ്ണുനീരിന് അവൾക്ക് കൊടുത്ത തന്നേക്കാൾ നല്ലൊരു പാതിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആരോടും പറയാത്ത തൻ്റെ വേദനകൾക്ക് ഇന്നൊരു ആശ്വാസമായിരിക്കുന്നു. തുറന്നു പറയാതെ, യാത്ര പറയാതെ താൻ ഒറ്റക്കാക്കിപ്പോയ പെണ്ണിനെ ഓർത്ത് ഇത്രയും നാളുണ്ടായിരുന്ന കുറ്റബോധം തെള്ളി കുറഞ്ഞിരിക്കുന്നു. ആൽവിയേക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ, അവളെ മനസ്സിലാക്കാൻ തനിക്കെന്നല്ല ആർക്കും കഴിയാത്തതുകൊണ്ടാവാം തന്നെ ഇത്രയും ക്രൂരനായി സൃഷ്ടിച്ചത്. തോളിലൊരു സ്പർശനമേറ്റപ്പോഴാണ് ദേവ് ചിന്തയിൽ നിന്നുണർന്നത്. നോക്കിയപ്പോൾ സിരിയോടെ ആൽവി. ദേവല്ലേ, ആമിൻ്റെ ഭാര്യ മാത്രമല്ല, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടിയാണ്. എനിക്കറിയാമല്ലോ, ഇന്നത്തെ ഡേ അവൾക്കൊരു ചലഞ്ചായിരുന്നു. ഇപ്പോൾ ആൾ പൂർണ്ണമായിട്ട് ഓക്കെയാണ്. പറയുന്നത് ശരിയാണെന്നറിയില്ല. താങ്ക്സ് ആമി എൻ്റെ ജീവിതത്തിലേക്ക് തന്നതിന്. പോയിച്ച ആമിയുടെ സ്വരം കേട്ട് രണ്ടാളും തിരിഞ്ഞു നോക്കി. ആ പോ, നീ ദേവിനോട് പറഞ്ഞിട്ട് വാ, ഞാൻ രാവിലെ അടുത്തുണ്ടാവും. തൻ്റെ പുറത്തും തട്ടി നടന്നു പോകുന്ന ആൽവിയെ നിറഞ്ഞ മനസ്സോടെ ആമി നോക്കി നിന്നു. ആമി ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയോ പറയാനുണ്ടെന്ന് എടുത്തറിയാം. ആമി, എനിക്കൊരു കാര്യം പറയാൻ. അന്ന് സത്യത്തിൽ ദേവ്, ഇനി പഴയതൊന്നും കേൾക്കേണ്ട, ഒന്നും അറിയാൻ വേണ്ട. ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു നാൾ എന്തിനാ എന്നോട് ഇങ്ങനെയെന്നൊക്കെ അറിയാം. ഇനി വേണ്ട, സമയമൊക്കെ കഴിഞ്ഞു പോയി. പ്രണയിച്ചയാളെ നഷ്ടപ്പെട്ട വേദന മാത്രമായിരുന്നില്ല എനിക്ക്. നീയായിരുന്നു എനിക്കല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരു വാക്ക് പോലും മിണ്ടാതെ പോയി നിന്നിലെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന സുഹൃത്ത്. അത്രത്തോളം നിന്നിലെ പ്രണയം എന്നെ നോവിച്ചിട്ടില്ല. ഇപ്പോഴെനിക്ക് എൻ്റെ ഇച്ഛനെ ലോകത്തിരിക്കാനാണ് ഇഷ്ടം. ദേവ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. എന്നിലെ നല്ല മാറ്റങ്ങളുടെയൊക്കെ തുടക്കം ദേവിൽ നിന്നാണ്. സുഹൃത്തായി കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മനസ്സുറന്ന് മിണ്ടാൻ ഈ കൂടിക്കാഴ്ച കൊണ്ട് എനിക്കിനി പറ്റും. പോട്ടെ, അമ്മമ്മോടും കൃഷ്ണയോട് നേരത്തെ യാത്ര പറഞ്ഞു. നടന്നകലുന്ന അവളെ നോക്കി നെഞ്ചിൽ ഉരുണ്ടുകൂടിയ ഭാരത്തോടെ ദേവ് നോക്കി നിന്നു. കണ്ണ് നിറയുന്നതറിഞ്ഞു. വേഗം പുറത്തേക്ക് നടന്നു, മുഖത്തൊരു ചിരി അണിഞ്ഞുകൊണ്ട്. താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നു. എല്ലാവരും ഫാമിലി ആയിട്ടുള്ളതുകൊണ്ട് ചെറിയൊരു ഔട്ടിങ്, അതാണ് പ്ലാൻ. പകുതി പേർക്കും സമ്മതം. അപ്പോൾ ആൽവി, നമുക്ക് പോയാലോ? രാഹുൽ ആവേശത്തോടെ ചോദിച്ചു. ഒന്നും തോന്നല്ലേടാ, ഞങ്ങളില്ല. ആൽവിയുടെ മറുപടി ആമിയുടെ ഫ്രണ്ട്സിനെല്ലാം വിഷമമായി. അതുകൊണ്ട് ആൽവി തന്നെ നോക്കി നിൽക്കുന്ന ആമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനൊരു കൈയെടുത്ത് അവളുടെ വയറിൽ വെച്ചു. താല്പര്യമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ഞങ്ങൾക്കൊരു ജൂനിയർ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോൾ കുറച്ച് റെസ്റ്റിലാണ്. ഇന്ന് എല്ലാവരെയും കാണേണ്ടതുകൊണ്ടാണ് ഈ യാത്ര പോലും. ചെറിയ ചമ്മലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ആമിയെ നോക്കി ആൽവി അത് പറയുമ്പോൾ ചുറ്റും നിന്ന എല്ലാവരിലേക്കും ആ സന്തോഷം നിറഞ്ഞു. ഒരു വാക്കുകൊണ്ട് പോലും പഴയതൊന്നും ചോദിക്കാതെ ഇത്രയും നേരം കൂടെ നിന്ന അവളുടെ മനസ്സറിഞ്ഞ തൻ്റെ സുഹൃത്തുക്കളെ നോക്കി കൈവീശി കാണിച്ചുകൊണ്ട് ഇച്ഛനും ആമി യാത്രയായി. വേദനയും സന്തോഷവും നിറഞ്ഞ മനസ്സോടെ അതിലൊരാളായി ദേവ് നോക്കി നിന്നു. ഒത്തിരി വേദനിപ്പിച്ച ഒരു സ്നേഹബന്ധത്തിൽ നിലതെറ്റി പോകുന്ന ആമിയെപ്പോലുള്ളവർ ഒത്തിരി ഉണ്ടാവും. പക്ഷെ ആൽവിയെപ്പോലെ ഒരു പാതി കിട്ടാൻ ഭാഗ്യമുണ്ടാവണം. എന്തും മറക്കാൻ, തുറന്ന് സ്നേഹിക്കാൻ ഒരു സുഹൃത്തിനെ പോലെ ഒരു തണൽ.